വാർത്തകളിലേക്ക്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ സ്വർണ്ണക്കപ്പ് ജേതാക്കൾക്കായുള്ള സ്വീകരണവും സ്വർണ്ണക്കപ്പ് വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയും ആരംഭിച്ചിരിക്കുകയാണ്. മാഹി പാലത്തിന് സമീപത്ത് നിന്നും ആരംഭിച്ച 4 മണിക്ക് ശേഷമാകും കണ്ണൂരിൽ എത്തിച്ചേരുക. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേർന്നുണ്ട്. മിഥുൻ, വർണ്ണാഭമായി ആ ഒരു ഘോഷയാത്ര പുരോഗമിക്കുകയാണ്. തൃശ്ശൂരിൽ നിന്നും ശക്തന്റെ തട്ടകത്തിൽ നിന്നും ആ സ്വർണ്ണക്കപ്പ് കണ്ണൂരിലേക്ക് എത്തുകയാണ്. എത്രത്തോളം ആവേശം? മിഥുനിലേക്ക് വരാം. എന്തായാലും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും അത്രത്തോളം ഒരു ആവേശത്തിൽ തന്നെയാണ് ആ ഒരു സ്വർണ്ണക്കപ്പ് വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ആരംഭിച്ചിട്ടുള്ളത്. ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും സ്വർണ്ണക്കപ്പ് അങ്ങനെ എല്ലാവർക്കും ഉറ്റുനോക്കാൻ തരത്തിൽ അങ്ങനെ പ്രദർശിപ്പിച്ചിരിക്കുകയാണ് ആ ഒരു വാഹനത്തിന് മുന്നിൽ. ഒപ്പം തന്നെ അകമ്പടിയായി നിരവധി ആളുകളാണ് എത്തിച്ചേരുന്നത്. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നുണ്ട്. മിഥുൻ, എത്രത്തോളം ആവേശമാണ് കാണാൻ സാധിക്കുന്നത്? വലിയ ആവേശത്തിൽ തന്നെയാണ് ഇവിടെ കണ്ണൂരിൽ നിന്ന് ഉള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ സമാപിച്ച സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ സ്വർണ്ണക്കപ്പ് അടിച്ചുകൊണ്ടാണ് കണ്ണൂരിന്റെ ചുണക്കുട്ടികൾ തിളക്കമാർന്ന വിജയം കൈവരിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി വലിയ സ്വീകരണം തന്നെയാണ് കണ്ണൂർ ജില്ലയിൽ ഇവിടെ അവർക്ക് ഒരുക്കിയിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് ഈ മാഹി പാലത്തിന് സമീപം ഇവിടെ വലിയ സ്വീകരണം ഒരുക്കിക്കൊണ്ട് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘം ഈ സ്വർണ്ണക്കപ്പ് ഏറ്റുവാങ്ങിയത്. കണ്ണൂർ ജില്ലയിൽ വിവിധ ഇടങ്ങളിൽ ഒരുക്കിയിരിക്കുന്ന സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് വൈകുന്നേരം കണ്ണൂരിൽ സമാപിക്കുന്ന രീതിയിൽ വലിയ പരിപാടിയും സംഘടിപ്പിച്ചിട്ടുണ്ട്. 4 മണിക്ക് കണ്ണൂർ ടൗൺ സ്ക്വയറിലാണ് സ്വീകരണ പരിപാടി ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. ആ സ്വീകരണ പരിപാടിയോടുകൂടിയാണ് ഇതിന്റെ ഈ പരിപാടിയുടെ സമാപനം കുറിക്കുക. അതിൽ വലിയ ആവേശത്തിൽ തന്നെയാണ് കണ്ണൂരിനെ സംബന്ധിച്ച് ഉള്ളത്. കാരണം കണ്ണൂരിലെ കലാ മേഖലയിലുള്ള കുട്ടികളൊക്കെ തന്നെ വലിയ കഠിനാധ്വാനത്തിന്റെ ഫലമായി സ്വർണ്ണക്കപ്പ് തന്നെ നേടി കണ്ണൂരിന്റെ കരുത്ത് ഇത്രയും പശ്ചാത്തലത്തിൽ തന്നെയാണ് കണ്ണൂരിന്റെ വലിയ സ്വീകരണം നൽകിക്കൊണ്ട് ഇതിന് അർഹിച്ച അംഗീകാരം കണ്ണൂർ ജില്ലക്കാർ നൽകുന്നത്. ഇതിലും വിവിധ ഇടങ്ങളിൽ ഇപ്പോൾ സ്വീകരണം മാഹി പാലത്തു നിന്നാണ് സ്വീകരിച്ചിരിക്കുന്നത്. തലശ്ശേരി, ധർമ്മടം, മുഴപ്പിലങ്ങാട്, എടക്കാട്, ചാല, താഴെത്തുവ തുടങ്ങി കാൽക്കറ്റിലെത്തി രീതിയിലാണ് നിലവിൽ ഈ ഒരു പരിപാടി ക്രമീകരിച്ചിരിക്കുന്നത്. വൈകിട്ട് 4 മണിയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ ഇനിയും വൈകിട്ട് 6 മണിയോടുകൂടി കണ്ണൂരിലെ ഈ ഒരു സ്വീകരണ പരിപാടി അവസാനിപ്പിക്കുമെന്നാണ് കരുതുന്നത്. എന്തായാലും ആവേശം ഒട്ടും ചോരാതെ ആ ഒരു സ്വർണ്ണക്കപ്പ് കണ്ണൂരിലെ മണ്ണിലേക്ക് എത്തുകയാണ്. മിഥുൻ പിള്ളയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.